നമുക്ക് നോക്കാം എന്താ ഇവിടെ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അല്ല ഓരോന്നിനെയും നമുക്ക് ഏത് മോഡലിലേക്ക് മാറ്റണം? A+IB മോഡലിലേക്ക് മാറ്റണം. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് വന്നതിന്റെ തുടർച്ചയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ പാഠത്തിൽ ചോദിക്കാവുന്ന സാധാ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ തന്നിരിക്കുന്നത്? A = 5i ഇൻറ്റു -3i ഡിവൈഡഡ് ബൈ 5 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഈ 5ഉം 5ഉം കട്ട് ചെയ്താൽ പോരെ. ബാക്കി വരുന്നത് എന്താ? -3i² എന്നല്ലേ വരുന്നത്. ഓക്കെ, -3i²ന്റെ -3 × i² വില എത്രയാ? -1. അതിവിടെ എഴുതി വെച്ചോളണം. i² വില എത്രയാ? i² വില 1 ആണ്. -1. i² വില -1. ഓക്കെ, ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. i² വില -1. i² -1. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? 3 എന്ന് വരും. അങ്ങനെ വന്നു -3 × -3 +3. ഓക്കെ, അപ്പൊ ഇത് ഏത് മോഡലായി? A+IB മോഡലായി. എങ്ങനെയാ? A എന്ന് പറയുന്നത് 3 ആണ്, IB എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പൊ 3 + 0i എന്ന് എഴുതി കൂടെ. അതാണ് A+IB മോഡൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? i⁻⁹ + i⁻⁹ + i⁻⁷. അതായത് i⁻⁹ + i⁻⁹ + i⁻⁷. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നു. i² ബന്ധപ്പെടുത്തി എഴുതാൻ പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ എഴുതുന്നു i⁻²⁴ ഇൻറ്റു i എന്ന് എഴുതാൻ പോകും. എങ്ങനെ എഴുതി? 9 എന്ന് 1 മൈനസ് ചെയ്താൽ 8 ആണ്. 8നെ നമ്മൾ 2 കൊണ്ട് ഭാഗിച്ചാൽ 4 ആണ് കിട്ടുന്നത്. അപ്പൊ 2⁴ അതായത് അവിടെ യൂസ് ചെയ്തേക്കുന്ന ഫോർമുല a⁻m⁴n ഒന്നുകൂടെ a⁻m⁴n എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? a⁻m⁴n a⁻m അതാണ് a⁻m. അപ്പൊ 4 × 2 എത്ര വരും? 8 വരും. ഇവിടെ 9 അല്ലേ? 8ഉം 1 കൂടെ കൂട്ടുമ്പോൾ 9. അങ്ങനെ ബാക്കി എല്ലാത്തിനെയും അങ്ങനെ മാറ്റാം. അപ്പൊ i² 19 1 കുറച്ചാൽ 18 ആണ്. 18 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 9 ആണ്. 9 2 18, പിന്നെ 7 iയും കൂടെ ആകുമ്പോൾ 19 ആയിക്കോളും. പ്ലസ് i⁻⁷ അതുപോലെ തന്നെയാണ്. എങ്ങനെ മാറ്റാം? 7 1 കുറച്ചാൽ 6. അപ്പൊ i⁻²⁴ ഇൻറ്റു എന്തെന്ന് വരുന്നു? i. ഇതിന്റെ വാല്യൂ എഴുതി കൊടുത്താൽ മതി, എളുപ്പമാണ്. എന്താ i² വില എത്രയാ? -1. -1⁴ ഇൻറ്റു i പ്ലസ് -1⁴ ഇൻറ്റു i പ്ലസ് -1⁴ ഇൻറ്റു i എന്ന് വരും. ഉത്തരം പറഞ്ഞേ -1⁴ എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ അല്ലേ 4 എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്ത് തന്നെ വരും? +1 തന്നെ വരും. +1 ഇൻറ്റു i എന്നല്ലേ കിടക്കുന്നത്. അവിടെ കിടന്നോട്ടെ. പ്ലസ് അടുത്ത -1⁴ എന്നാണ് വന്നിരിക്കുന്നത്. അതിനൊരു ഓഡ് നമ്പറാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ -1 വരുള്ളൂ. -1 ഇൻറ്റു i എന്ത് വരും? -i എന്ന് വരും. മനസ്സിലായല്ലേ? പ്ലസ് ഈ കിടന്ന പ്ലസ് ഇത് ഏതാണ്? -1 ആണ് കിട്ടുന്നത്. -1 ഇൻറ്റു i -i. ഇനി ഇത് നോക്കാം. -1⁴ എന്ന് പറഞ്ഞാൽ എത്രയാ? -1 തന്നെ. -1 ഇൻറ്റു എന്തെന്ന് വരുന്നു? i എന്ന് വരും. ഇനി ഇപ്പൊ ഇവിടെ നോക്കാം. ആൻസർ 1 ഇൻറ്റു i അല്ലേ? ഇത് 1 ഇൻറ്റു i എന്ത് വരുന്നു? -i ആണ് വരുന്നത്. അപ്പൊ i. അടുത്ത വരുന്നത് എന്താ? -i. ഇതിൽ എന്തൊക്കെ പോകുന്നു? ഈ പ്ലസ് iയും -iയും പോകും. പിന്നെ വന്നത് ഏതാ? -i. ഇപ്പൊ എന്ത് മോഡലായി? A+IB മോഡലായി. ഇത് പ്യുവർലി ഇമാജിനറി നമ്പർ ആണ്. കാരണം ഇതിന് ഇമാജിനറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റിയൽ പാർട്ട് 0. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം? 0 പ്ലസ് -i എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതിന് നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ A+IB മോഡൽ എന്ന് എഴുതി കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എഴുതി കാണിച്ചത്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എന്താ കിട്ടിയത്? -i എന്ന് കിട്ടുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? i⁻⁻37 ആണ് C. i⁻⁻37 അവിടെ യൂസ് ചെയ്യുന്ന ഈ മൈനസ് നമുക്ക് മാറണം. എന്താ a⁻⁻n ഫോർമുല? 1/a⁻n എന്ന് പറഞ്ഞാൽ 1/a. അപ്പോൾ i⁻⁻37 നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 1/i⁻37
37 എന്ന് എഴുതിക്കൂടെ? i⁻37 ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ? അപ്പൊ ഇവിടെ എഴുതാം 1/i37 ഒന്ന് കുറച്ചാൽ 36 അല്ലേ? 36. അപ്പൊ i⁻36 നമ്മൾ മാറ്റാൻ പോകുന്നു i² ഇനി 36 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്നു 1 2 ബാക്കി 1 16 14 8 2 16. അപ്പൊ നമുക്ക് ഇവിടെ 18 എന്നല്ലേ എഴുതേണ്ടത്? i² 18. അതെങ്ങനെ വന്നു? നമ്മള് 37 ഒന്ന് കുറച്ചു. അപ്പൊ എത്ര വന്നു? 36. 36 നമ്മൾ എന്ത് ചെയ്ത് നോക്കി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ എത്ര കിട്ടി? 18. കാരണം i² ബന്ധപ്പെടുത്തി എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇൻറ്റു i. ഇനി ഇതിന്റെ ഉത്തരം പറഞ്ഞോ 1/i² വില -1 അല്ലേ? -1 18 ഇൻറ്റു i എന്ന് തരും. -1 എന്ന് പറയുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് എന്താ വരുന്നത്? 1/, പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ പോസിറ്റീവ് 1 ഇൻറ്റു i വരുമ്പോ എന്ത് വരും? 1/i എന്ന് വരും. ഇനി നമുക്കറിയാം ചുവടില്, അതായത് ഡിനോമിനേറ്ററിൽ i വന്നാൽ നമ്മൾ അങ്ങനെ ഇട്ടേക്കൂല. എന്ത് ചെയ്യണം? അത് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ. ഇവിടെ -i ഉണ്ടോ i ഉണ്ടോ മൾട്ടിപ്ലൈ. നമുക്ക് ഇവിടെ i കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 1/i ഇൻറ്റു ഇവിടെ ഒരു i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലും ഒരു i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ വരുന്നു എന്താ? 1 ഇൻറ്റു i എന്താ വരുന്നത്? 1 ഇൻറ്റു i i ആണ് വരുന്നത്. i ഇൻറ്റു i എന്താ വരുന്നത്? i² ആണ് വരുന്നത്. ഇനി i² വില നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലേ? i² വില എന്താ പഠിച്ചു വെച്ചിട്ടുള്ളത്? -1 പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഉത്തരം -i എന്ന് വരുന്നു. അതെങ്ങനെ കിട്ടി? -i താഴെ i² വില -1 ആണ്. i/-1 എന്ന് പറഞ്ഞാൽ -i ആണ്. ഇപ്പോഴും നമുക്ക് ഏത് മോഡലായി? a+ib മോഡലായി. ഇവിടെ പ്യൂർലി ഇമാജിനറി ആണ്, റിയൽ പാർട്ട് ഇല്ല, അത് 0 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1/5 പ്ലസ് 2/5i മൈനസ് 4 പ്ലസ് 5/2i എന്നാണ് തന്നത്. ഇവിടെ ഒന്നുമില്ല. ഇത് ആദ്യത്തെ അതുപോലെ എഴുതുക, രണ്ടാമത്തേന് മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇവിടെ 1/5 പ്ലസ് 2/5i മൈനസ് 4 മൈനസ് 5/2i. ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്നത് കൊണ്ട് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഓരോ സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി സംഖ്യയോട് ആഡ് ചെയ്യണം, iയോട് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്നത് 1/5ഉം ഏതും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു? നമ്മള് -4ഉം കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ വരുന്നത് ഏതാ? ഇവിടെ പ്ലസ് 2/5iയും ഏതും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു? മൈനസ് 5/2iയും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. ഇത് ഒരു പാർട്ട്, ഇത് ഒരു പാർട്ട്. അപ്പൊ ഇവിടെ നടുക്ക് പ്ലസ് ആണ്. ഓക്കെ, ഇനി പറഞ്ഞോളൂ, ഈ 4ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 ആണ്. ഇനി നമ്മൾ എങ്ങനെയാ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത്? 1 × 1 1 മൈനസ് 5 × 4 20 മൈനസ് 20 ഡിവൈഡഡ് ബൈ 5 × 1 5. ഇങ്ങനെ കിട്ടി. ഒന്നുകൂടെ പറഞ്ഞോളൂ, 1 × ഡിനോമിനേറ്ററിന്റെ 1, അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 1 × 1 1, 5 × 4 -20 ഡിവൈഡഡ് ബൈ 1 × 5 5. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഇവിടെയും പറഞ്ഞോളൂ. ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? 2 × 2 എന്താ വരുന്നത്? 4, 5 × 5 25. മനസ്സിലായി? ഒന്നുകൂടെ 2 × 2 4, 5 × 5 25. എന്താ ഇടേണ്ടത്? i ഇടണം. അപ്പൊ ഇവിടെ 4i മൈനസ് 25i ഡിവൈഡഡ് ബൈ എത്ര വരും? 5 × 2 എത്രയെന്ന് വരുന്നു? 10 എന്ന് വരും. ഇനി മൈനസ് ചെയ്താൽ ഇവിടെ 1 20 പോയാൽ പറ്റൂല. അപ്പൊ 20 നമ്മൾ 1 കുറയ്ക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? -19 -19/5. ഇവിടെ വരുന്നു എന്താ? 4i 25 പറയാൻ പറ്റത്തില്ല. അപ്പൊ 25 നമ്മൾ 4 കുറയ്ക്കുന്നു. ഉത്തരം എന്ത് വരുന്നു? -21i എന്ന് വരും. ബൈ എത്ര? 10. അപ്പൊ നമുക്ക് ഏത് മോഡലായി? a+ib മോഡലായില്ലേ? a എത്രയാ? -19/5. b എത്രയാ? -21/10. അപ്പൊ a+ib മോഡലിലേക്ക് മാറ്റി. ഇവിടെ ഒന്നുകൂടെ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. സംഖ്യയോട് ആഡ് ചെയ്യണം, ഇമാജിനറിയോട് ആഡ് ചെയ്യണം. അതായത് i വരുന്നത്, അതിൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ i ആണ്. i വരുന്നത് iയോട് മാത്രമേ ആഡ് ചെയ്യാവൂ. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതാ ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. 1 × 1 1, 5 × 4 -20. ഡിനോമിനേറ്റർ എഴുതേണ്ടത് 1ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത്. ഇവിടെ എഴുതേണ്ടത് അതുപോലെ 2 × 2 4, 5 × 5 25. താഴെ അതിനൂടെ മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി മൈനസ് ചെയ്യുമ്പോഴത്തേക്കും വലുതെന്ന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 20 1 പോയാൽ 19 -19. ഇവിടെയാണെങ്കിൽ 25 4 പോയാൽ
അപ്പൊ ഇവിടെ വരുന്നു -21. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് -19/5, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -21/10 ആണ്. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത കണക്ക് തന്നിരിക്കുന്നു. ഒരു പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ? 1 - i ⁴ ആണ്. ഈ 4 നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചിട്ടുള്ളത്? a - b² പഠിച്ചിട്ടുണ്ട്. a - b² എന്താ വരുന്നത്? a² - 2ab + b² എന്നാണ് വരുന്നത്. a - b² പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം a² - 2ab + b². അപ്പൊ നമുക്ക് ഇതിനെ 4നെ 2 × 2 എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 1 - i ⁴ 2. അപ്പൊ 2 × 2 4 ആയില്ലേ? ഇനി ഇത് a - b² അല്ലേ? അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പൊ a² എന്ന് പറയുമ്പോൾ 1a² അല്ലേ? -2 × a എന്ന് പറയുന്നത് 1 ആണ്. b എന്ന് പറയുന്നത് എന്താ വരുന്നത്? a2ab. b എന്ന് പറയുന്നത് i ആണ്. അതുപോലെ ഇട്ടു. പ്ലസ് എന്താ വരുന്നത്? b². അപ്പൊ i-യുടെ സ്ക്വയർ. വെളിയിലുള്ള സ്ക്വയർ അതുപോലെ കൊടുത്തു. അകത്തുള്ളത് നമ്മൾ എന്ത് ചെയ്തു? വിപുലീകരിച്ചു. ഇനി 1ന്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. 2 × 1 × i എന്ന് പറയുമ്പോൾ എന്ത് വരും? 2i എന്ന് വരും. പ്ലസ് 1ന്റെ സ്ക്വയർ അല്ല, i-യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. വെളിയിലുള്ള സ്ക്വയർ അതുപോലെ കൊടുക്കുക. കൊടുത്തു. ഇവിടെ നോക്കിക്കേ, 1ഉം ഏതും പോയി, -1 കൂടെ പോയാൽ 0 അല്ലേ? പിന്നെ വരുന്നത് എന്താ? -2i² എന്നല്ലേ കിട്ടിയത്? ഇതിന്റെ ഉത്തരം പറഞ്ഞോ? 2ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ എന്താ? 4 അല്ലേ? i-യുടെ സ്ക്വയർ i² അല്ലേ? i-യുടെ സ്ക്വയർ i². ഇനി ഉത്തരം പറഞ്ഞോ? i-യുടെ സ്ക്വയർ i-യുടെ വില -1 അല്ലേ? അപ്പൊ നമുക്ക് വരുന്നു 4 × എന്തെന്ന് വരുന്നു? -1 വരും. ഉത്തരം എന്താ? അപ്പോഴും -4. അപ്പൊ a + ib മോഡലായി. ഇത് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇമാജിനറി പാർട്ട് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ഇത് നമുക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാ? -4 + 0i എന്ന് എഴുതാം. ഓക്കെ, എല്ലാ കണക്ക് ചെയ്ത് പഠിക്കണം. അടുത്ത കണക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.